ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്ന് നമ്മൾക്ക് എല്ലാ അറബിക് ഡിഷിനും ഉപയോഗിക്കാവുന്ന നല്ലൊരു അറബിക് മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. കബ്സ, മന്തി, മജ്ബൂസ്, മദ്ഹൂദ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന അറബിക് ഡിഷുകൾക്ക് ഉണ്ടാക്കുന്ന മസാലയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ആദ്യം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ അതാ ഞാനൊരു 1.5 സ്പൂണ് ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതാ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് എത്ര മസാല വേണം അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഒരു ജാതിക്കൻ്റെ കുരു തോട് കളഞ്ഞിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ജാതിക്കൻ്റെ ഒരു പൂവ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ, ഒരു സ്പൂൺ ഏലക്കായ, പിന്നെ അതൊരു 5-6 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക്, പിന്നെ 3 ബ്ലാക്ക് ലെമൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പച്ച മല്ലി ഉണ്ടെങ്കിൽ മല്ലിയാണ് വേണ്ടത്. അപ്പോൾ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 6 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലി ഉണ്ടെങ്കിൽ ഒരു 3-4 സ്പൂണ് മല്ലി എടുത്താൽ മതി. എന്നിട്ട് ഇനി നമ്മൾക്ക് ഇതെല്ലാം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകി ഒരു സ്റ്റെയിനറിലൊന്ന് വെള്ളം വാരാൻ നമ്മൾക്കൊന്ന് വെക്കണം. ഇപ്പോൾ ഇതാ ഞാനിതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മളാ ചേരുവകളെല്ലാം പിന്നെ നമ്മളിതാ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾക്കൊന്ന് ചൂടാക്കി എടുക്കുക, ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മളിത് ചെയ്യണം. പിന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും തീരെ പാടില്ല കേട്ടോ. നമ്മളിത് കുറച്ച് അധികം ഉണ്ടാവും ഈ ഒരു മസാലപ്പൊടി. അപ്പോൾ നമ്മളിത് കുറച്ച് നമ്മൾക്കൊരു ബോട്ടിലാക്കി വെച്ചാൽ നമ്മൾക്കിത് കുറേ കാലം യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ വെള്ളമൊക്കെ നല്ലൊന്ന് വറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 10-15 മിനിറ്റ്, ഞാനിതൊരു 15 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾക്കിത് ആ ലീഫൊക്കെ ഇങ്ങനെ നല്ല പൊട്ടി വരുന്നുണ്ടാവും കേട്ടോ. അത് നോക്കിയിട്ട് നമ്മൾക്ക് അങ്ങനെ എടുത്താൽ മതി. പിന്നെ മല്ലിപ്പൊടി ഇതാ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നില്ല. മല്ലിപ്പൊടി ഞാൻ ഇതൊക്കെ ഒന്ന് വറവായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് പിന്നെ ഒന്ന് ആ ഒരു ചൂടിൽ അങ്ങനെ ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടല്ലോ എല്ലാ അറബിക് ഡിഷിനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ചാണ് നമ്മളെ മദ്ഹൂദ്, മജ്ബൂസ്, അതുപോലെ കബ്സ, അതിനൊക്കെ മന്തിൻ്റെ മസാല വേറെയാണ്. മന്തിക്ക് ഈ ഒരു മസാല ചേർക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു നാരങ്ങ ഉണ്ടല്ലോ, ഈ ഒരു നാരങ്ങ നമ്മളെ മരത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ട് തന്നെ ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു നാരങ്ങയായിരുന്നു. അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ അത് ശരിക്കും അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മന്തിയിലും ഒക്കെ ഇതിന് ഇത് തന്നെയാണ് എടുക്കുക. ഈ നാരങ്ങ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ വറുക്കുന്ന ടൈമിൽ. ഇല്ല നല്ല ചൂടായി വന്നാൽ നമ്മളത് പൊടിച്ചെടുക്കുന്ന ടൈമിലും ഒന്ന് മിക്സിയിൽ ഇട്ടെടുക്കുമ്പോൾ ഒന്ന് പൊട്ടിച്ചെടുത്താലും മതി, കുഴപ്പമില്ല. ഇപ്പോൾ അത് നമ്മളെ ഇത് കണ്ടില്ല, നല്ല വറവായി വന്നിട്ടുണ്ട്. ഏലൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഞാൻ മല്ലിപ്പൊടി ഇതായിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പിന്നെ അത് സിമ്മിൽ തന്നെ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് വറുത്തെടുക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് വറുത്തെടുത്താലും മതി. ഇനി നമ്മൾക്ക് ഒന്നുകൂടി നല്ല പോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റണം ചൂടാറാൻ. ഇപ്പോൾ അതാ ഈ ഒരു ഇലയൊക്കെ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കണം കേട്ടോ. ബേലീഫില്ലേ, ബേലീഫ് ഒന്ന് പൊട്ടിച്ച് നോക്കണം. അപ്പോഴാണ് ഇങ്ങനെ പൊട്ടുന്നുണ്ടാവുക, നല്ല പോലെ പൊട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾക്കറിയാം ഇത് നല്ല വറവായിട്ടുണ്ട് എന്നുള്ളത്. പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ 2 ചേരുവകൾ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാണാം. ഇപ്പോൾ അതാ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് വേണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാൻ. നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ നമ്മൾ പൊടിക്കുന്ന ഒക്കെ ജാറില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഇട്ടെടുക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാനിതൊന്നിങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്കിതാ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ അത് ചെയ്യുന്നത് കേട്ടോ. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് കാശ്മീരി ചില്ലി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൊടിയാണ് കേട്ടോ. ഇത് നമ്മൾ മുളക്, കാശ്മീരി ചില്ലി,
കാശ്മീരി മുളക് പൊടിക്കാത്തതുണ്ടെങ്കിൽ വറക്കുന്ന ടൈമിൽ നമ്മൾക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം എൻ്റെ അടുത്ത് പൊടിയാണുള്ളത്, അതുകൊണ്ടാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. അത് കൂടി ചേർത്തിട്ട് നമ്മൾക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ബ്ലാക്ക് ലെമൺ ഉണ്ടല്ലോ, ബ്ലാക്ക് ലെമണും പൊടിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. കൈ കൊണ്ടൊന്നിങ്ങനെ പൊടിച്ചാൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഒന്ന് അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ പൊടിച്ചാൽ തന്നെ പൊടിയും. അപ്പോൾ മിക്സിൻ്റെ പണിയും കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മളെ മസാല എല്ലാതും ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പർ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മസാലയ്ക്ക്. അപ്പോൾ ഇതെല്ലാ അറബിക് ഡിഷിനും സൂപ്പറാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിടാമല്ലോ. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ, ഞാൻ അതൊരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. എങ്ങനെ ഇത് കുറച്ച് കാലത്തിന് എനിക്കുണ്ടാവും. നമ്മൾ 2 സ്പൂണ് 3 സ്പൂണൊക്കെ അല്ലേ നമ്മൾ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ അതിലിടുള്ളൂ. എന്നാലും ഇത് കുറേ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.